Dear students, deformation in axially loaded bars. ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. ഇത് സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെയുള്ളതാണ്. അപ്പോൾ സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബോഡിയിലെ ഫോഴ്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അത് എന്താണെന്ന് പറഞ്ഞു തരുന്ന കാര്യമാണ് നമുക്ക് സ്ട്രെസ്. അതേപോലെ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മീൻസ് ടു റെപ്രസെൻറ്റ് ദി ഡിഫോർമേഷൻ ഓഫ് ദി ബോഡി. അതേപോലെ ഹുക്സ് ലോ എന്താണെന്ന് നമുക്കറിയാം. വിത്തിൻ ദി എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഒരു ബാറുണ്ടെന്ന് വിചാരിക്കുക, ഒരു യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു ബാർ. അങ്ങനെയാണെങ്കിൽ അതിലൊരു കോൺസ്റ്റൻറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഇൻറ്റേർണൽ ഫോഴ്സ് ത്രൂ ഔട്ട് ദ ബാർ എന്ന് പറയുന്നത് പി ആയിരിക്കും. ഓക്കെ, പി ഇസ് എ ലോഡ് അപ്ലൈഡ്. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സ് ഡെവലപ്ഡ് എന്ന് പറയുന്നതും പി തന്നെ ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി ബാർ. സോ നമുക്ക് സ്ട്രെസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻറ്റു സ്ട്രെയിൻ എഴുതാം അല്ലേ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Within the elastic limit, stress is directly proportional to strain and that is equal to capital E. So, ആ റിലേഷനാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. സോ ഇതിനകത്ത് എപ്സിലോൺ എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ക്യാൻ ബി റിട്ടൺ ആസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡെൽറ്റ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതി സിഗ്മ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു എപ്സിലോൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു ഡെൽറ്റ ബൈ ഡി എൽ എന്ന് ഡെൽറ്റ ബൈ എൽ എന്ന് എഴുതി. ഓക്കെ, ഇനി അഗെയിൻ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ദാറ്റ് ഇസ് പി ബൈ എ. സോ പി ബൈ എ ഈക്വൽ ടു ഇ ഇൻറ്റു ഡെൽറ്റ ബൈ എൽ എന്ന് ഞാൻ എഴുതി ഇവിടെ. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഡെൽറ്റ ദാറ്റ് ഇസ് ഡിഫോർമേഷൻ ഓഫ് ദി ബാർ അണ്ടർ എ ഫോഴ്സ് പി ക്യാൻ ബി റിട്ടൺ ആസ് റീഅറേഞ്ചിങ് ദ ടേംസ്. എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഡെൽറ്റ ഒരു സൈഡിലിട്ടു, ബാക്കിയെല്ലാം മറ്റേ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ പി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ. സോ change in dimension or displacement or deformation will be equal to PL by AE. ഇതാണ് യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫോർമേഷൻ്റെ എമൗണ്ട്. സോ യു ഹാവ് ടു ബൈ ഹാർട്ട് ദിസ് ഫോർമുല. ഏതായിരുന്നു? ഡെൽറ്റ ഈക്വൽ ടു PL by AE. ഓക്കെ, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സോ ഇതാണ് യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു ബാറിൻ്റെ ഡിഫോർമേഷൻ്റെ ഫോർമുല. ഓക്കെ, സോ അത് എല്ലാവരും പഠിക്കുക. ഇനി നമുക്ക് നോക്കാം, ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ സംഭവിക്കണമെന്ന് നോക്കാം. ഓക്കെ, വേരിയിങ് ക്രോസ് സെക്ഷൻ്റെ പ്രൂഫ് നിങ്ങൾ പഠിക്കുക വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു വേരിയിങ് ക്രോസ് സെക്ഷനിലൊരു ബാർ, യൂണിഫോംലി വേരിയിങ് ക്രോസ് സെക്ഷനിലൊരു ബാർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് എ ലെങ്ത് ഓഫ് എൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ഇവിടെ ഒരു ക്യാപിറ്റൽ ഡി എന്നുള്ള ഡയമീറ്ററിൽ നിന്ന് ഇതൊരു സ്മോൾ ഡി എന്ന് പറഞ്ഞ ഡയമീറ്ററിലേക്ക് ചേഞ്ചായി. ഓക്കെ, സോ ഇതിനകത്തൊരു സ്മോൾ എലമെൻറ്റ് നമ്മൾ എടുത്തു. ഡി എക്സ് എന്ന് പറഞ്ഞ തിക്നെസ് ഉള്ള ഒരു വെരി സ്മോൾ എലമെൻറ്റ് എടുത്തു നമുക്ക്. ഓക്കെ, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയനെ ഞാൻ എ എക്സ് എന്ന് കൊടുത്തു. എ ബ്രാക്കറ്റിൽ എക്സ്. ഓക്കെ, സോ ദാറ്റ് ഇസ് റിമൂവ്ഡ് ഫ്രം ദി ബാർ. ദിസ് പീസ് ഇസ് റിമൂവ്ഡ് ഫ്രം ദ ബാർ യൂസിങ് ദ മെത്തേഡ് ഓഫ് സെക്ഷൻസ്. ഓക്കെ, ഇനി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഈച്ച് സ്മോൾ സെക്ഷൻ വരയ്ക്കുമ്പോൾ അത് വലുതായിട്ട് ഇങ്ങനെ ഒരു വെരി സ്മോൾ സെക്ഷനാണ്. സോ അതിൻ്റെ ഇത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ എലമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. Now this section is at a distance of small x from the right end. Okay, clear ആയല്ലോ? So the axial force acting on the faces of this element will be taken as P into x or Px, not P into x, it is Px. Clear ആയല്ലോ? So area എന്ന് പറഞ്ഞാൽ Ax, axial force Px and the width is dx. Okay, so what will be the stress on this element? Stress എന്ന് പറഞ്ഞാൽ നോർമലി ഫോഴ്സ് ബൈ ഏരിയ എന്നാണ്. അപ്പോൾ സ്ട്രെസ് ഓൺ ദിസ് എലമെൻറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് PX by AX. അതുപോലെ സ്ട്രെയിൻ ക്യാൻ ബി റിട്ടൺ ആസ്, ഇതൊരു ചെറിയ എലമെൻ്റാണ്, വെരി സ്മോൾ എലമെൻറ്റ്. ഓക്കെ, സോ ദ സ്ട്രെയിൻ ക്യാൻ ബി ടേക്കൺ ആസ് ദി ഡിഫറൻഷ്യൽ ഓഫ് ദ ഡിഫോർമേഷൻ ഒക്കറിങ് ഹിയർ. സോ നമുക്കറിയാം DX ആണ് അതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, സോ എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ട്രെയിൻ വിൽ ബി റിട്ടൺ ആസ് d by dx of delta. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ എലമെൻ്റൽ ഡിഫോർമേഷൻ ആണ്. ഓക്കെ, സോ ഇതിങ്ങനെ തന്നെ പഠിക്കുക. എപ്സിലോൺ ക്യാൻ ബി റിട്ടൺ ആസ് d ഡെൽറ്റ ബൈ dx. ഓക്കെ, സോ ഇനി ഇവിടെ ഹുക്സ് ലോ ആണ് ഇത് ഒബേ ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? സിഗ്മ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ക്യാപിറ്റൽ ഇ. ഓക്കെ, എഗെയിൻ സിഗ്മ എന്താണ്? പി ബൈ എ ആണ് നമുക്കറിയാം. സോ ഇവിടെ നമുക്കറിയാം സിഗ്മ ഓഫ് ദിസ് എലമെൻറ്റ് ഇസ് PX by AX. സോ PX by AX ഈക്വൽ ടു
റൈറ്റ് സൈഡ് എഴുതുവാണ്. റൈറ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഇൻറ്റു എപ്സിലോൺ എന്താ വരിക, എപ്സിലോൺ ഈക്വൽ ടു ഡി ഡെൽറ്റ ബൈ ഡി എക്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഈ ഫോമിലേക്കകത്ത് നിന്ന് റീഅറേഞ്ച് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ഡെൽറ്റ, ദാറ്റ് ഈസ് ദ വെരി സ്മോൾ ഡിഫോർമേഷൻ ഒക്കറിങ് ഇൻ ദിസ് എലമെൻറ്റ്. സോ ഡി ഡെൽറ്റ ഈക്വൽ ടു എന്ത് കിട്ടും, റീഅറേഞ്ച് ചെയ്യുമ്പോൾ പി എക്സ് ഇൻറ്റു ഡി എക്സ്, okay, divided by ax into e. Now on integrating this term, ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഫോർ ദി എൻ്റയർ ലെങ്ത് എൽ, then we will get the total deformation of the bar delta. Okay, so d delta എന്ന് പറഞ്ഞാൽ deformation of that small element ആയിരുന്നു. So we will get the total deformation of the bar delta. So what is the formula? Delta will be equal to p integral of px dx divided by ax by ae for the entire length from 0 to L. So ഇതാണ് നമ്മളുടെ വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡിഫോർമേഷൻ. ഈ ഡെറിവേഷൻ, കുഞ്ഞു ഡെറിവേഷൻ അത് പഠിക്കണം കേട്ടോ. So when the bar is uniform cross section with a constant load applied, then the internal force throughout will be P. Px ന് വരെ P ആയി. അതുപോലെ ഏരിയ throughout will be capital A. So the and the length will be, instead of dx we will take the length as L. Therefore delta will become PL by AE. So ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല, യൂണിഫോം ക്രോസ് സെക്ഷൻ്റെ ഡിഫോർമേഷൻ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ബാർ എടുത്തു, അതിൽ നിന്നൊരു ചെറിയ എലമെൻ്റൽ സ്ട്രിപ്പ് എടുത്തു. ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ആൻഡ് ഹാവിങ് എ തിക്നെസ് ഓഫ് ഡി എക്സ്. ഓക്കെ, ആൻഡ് the axial force acting on it are px on both sides, area is ax. സോ യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് അതേപോലെ തന്നെ സ്ട്രെസ് എന്താണെന്ന് എഴുതി, സ്ട്രെയിൻ എന്താണെന്ന് എഴുതി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം സ്ട്രെസ് ഇസ് പി എക്സ് ബൈ എക്സ് ആൻഡ് സ്ട്രെയിൻ ഇസ് ഡി ഡെൽറ്റ ബൈ ഡി എക്സ്. ഡെൽറ്റ ഇസ് എ ടോട്ടൽ ഡിഫോർമേഷൻ ഓഫ് ദി എൻ്റയർ ബാർ. സോ അതിൻ്റെ ഒരു ചെറിയ എലമെൻ്റൽ പോർഷനാണ് ആ ചെറിയ നമ്മളെടുത്ത കട്ടൗട്ട് പോർഷനുള്ളത്. സോ ഡി ഡെൽറ്റ നമ്മൾ എഴുതി. ഓക്കെ, സോ ഡി ഡെൽറ്റ ബൈ ഡി എക്സ്. ഡി എക്സ് ഇസ് എ ഒറിജിനൽ ലെങ്ത് ഓഫ് ദാറ്റ് സ്മോൾ പോർഷൻ. ഓക്കെ, ഇനി ഇത് റീഅറേഞ്ച് ചെയ്യുക മാത്രമാണ്. സോ റീഅറേഞ്ച് ചെയ്യുക, ദെൻ യു ഇൻ്റഗ്രേറ്റ് ദ ടേം for the entire length or over the entire length L, then we'll get this final formula. So you have to derive this formula. Okay, is it clear? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Okay, thank you.